നമ്മളെല്ലാവരും മൊബൈൽ ലോക്ക് ചെയ്തിടാറുണ്ട്. എന്നാൽ എല്ലാ സമയത്തും നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ആ സമയത്തൊക്കെ ആരെങ്കിലും മൊബൈലിന്റെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാറുണ്ടോ? എങ്കിൽ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നവന്റെ ഫോട്ടോ സഹിതം ഡേറ്റും ടൈമും സഹിതം നിങ്ങൾക്ക് ലഭിക്കും. ഇതെങ്ങനെയെന്നല്ലേ? ഇതൊരു ആപ്ലിക്കേഷനാണ്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ അക്സെപ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പോവുക. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരു ടോഗിൾ കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക, വീണ്ടും ബാക്ക് വരിക. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെയും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രേ ചെയ്യണ്ടു. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ആയിട്ടുണ്ടാവും. ഇവിടെ സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു ലോക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ഫോട്ടോ എത്ര വീതം വേണം അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1 ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് ഒന്നുകൂടി നിങ്ങൾ ഇവിടെ ഗ്രീൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഒന്നുകൂടി നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർമിഷനും കൂടി അലോ ചെയ്യാനുണ്ട്. അതും കൂടി നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. എന്നാൽ കൃത്യമായി ഇത് വർക്കാവും. ഓക്കെ, ഇനി ഞാനൊന്ന് ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം മൊബൈൽ ലോക്ക് ചെയ്തു. ഇനി ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ തെറ്റായ ഒരു പാസ്കോഡ് കൊടുത്തിട്ട് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ തെറ്റായ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്തു. വീണ്ടും ഒന്നുകൂടി എൻ്റർ ചെയ്തു. ഓക്കെ, ലോക്ക് തുറക്കുന്നില്ല. ഇനി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോലെ ഫോൺ തുറക്കുക. ഫോൺ തുറന്നതിന് ശേഷം ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ സഹിതം ഇവിടെ വന്നിട്ടുണ്ടാകും. ഏത് ഡേറ്റ്, ഏത് ടൈമിനാണ് തുറക്കാൻ ശ്രമിച്ചത് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഫോട്ടോയുടെ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ നിന്ന് മാറിയതാണ്, പക്ഷേ എൻ്റെ തലയുടെ ചെറിയൊരു ഭാഗം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് ആ വ്യക്തിയുടെ ഫോട്ടോ സഹിതം നമുക്ക് ലഭിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആയിട്ട് നല്ല രൂപത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തിയത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.